ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റസിയാസ് എംഎൽഇ മാത്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് CBSE 10th ക്ലാസ്സിന്റെ 5th ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതിനെ വേണം ഫെമിലറൈസ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടെ ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എഴുതുകയാണ്. ഓക്കെ, ഫസ്റ്റ് 2, 4, 6, 8, 10 എക്സെട്ര. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ഞാൻ എഴുതുകയാണ്. ഈ ഒരു സീക്വൻസിന്റെ പ്രത്യേകത, നിങ്ങൾ കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ള ഈ സീക്വൻസിലുള്ള എല്ലാ നമ്പേഴ്സും 2ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. പിന്നെ രണ്ടാമത് ഞാൻ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് നമ്പറിൽ നിന്നും 2 എന്ന് പറയുന്ന നമ്പർ കൂട്ടിയപ്പോഴാണ് എനിക്ക് സെക്കൻഡ് നമ്പർ കിട്ടിയത്. ഓക്കെ, അതേപോലെ സെക്കൻഡ് നമ്പറിന്റെ കൂടെ 2 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് തേർഡ് നമ്പർ കിട്ടിയത്. ഓക്കെ, തേർഡ് നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് ഫോർത്ത് നമ്പർ കിട്ടിയത്. ആൻഡ് ഫോർത്ത് നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്ത് പോയപ്പോഴാണ് എനിക്ക് ഫിഫ്ത് നമ്പർ ആയ 10 കിട്ടിയത്. ഓക്കെ, അപ്പോ ഈ ഒരു സീക്വൻസിന് നിങ്ങൾ ഫസ്റ്റ് നോട്ടത്തിൽ കാണുന്ന പ്രത്യേകത എന്താണ്? സീക്വൻസ് എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്, 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഞാൻ കാണുന്ന പ്രത്യേകത എന്താണ്? ഫസ്റ്റ് നമ്പറിന്റെ കൂടെ 2 എന്ന് പറയുന്ന നമ്പർ കൂട്ടിയപ്പോഴാണ് സെക്കൻഡ് നമ്പർ കിട്ടിയത്. സെക്കൻഡ് നമ്പറിന്റെ കൂടെ 2 എന്ന് പറയുന്ന നമ്പർ കൂട്ടിയപ്പോഴാണ് തേർഡ് നമ്പർ കിട്ടിയത്. തേർഡ് നമ്പറിന്റെ കൂടെ 2 എന്ന് പറയുന്ന നമ്പർ കൂട്ടിയപ്പോഴാണ് ഫോർത്ത് നമ്പർ കിട്ടിയത്. ഫോർത്തിന്റെ കൂടെ 2 എന്ന് പറയുന്ന നമ്പർ കൂട്ടിയപ്പോഴാണ് ഫിഫ്ത് കിട്ടിയത്. അങ്ങനെ ഈ സീക്വൻസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ്, ഞാൻ പറഞ്ഞ രീതി അനുസരിച്ച് എന്താണ്, ഓരോ നമ്പേഴ്സിന്റെ കൂടെയും ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ കൂട്ടി പോയപ്പോൾ കിട്ടിയ സീക്വൻസ് ആണ് ഇത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്ക് ഒരു സീക്വൻസ് കൂടി എഴുതി നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കാം. 1, 3, 5, 7, 9 എക്സെട്ര. ഈ പോകുന്ന സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, റൈറ്റ്? അപ്പൊ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. പക്ഷെ ഇതിന് നമുക്ക് ഏതെങ്കിലും നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഓക്കെ, അപ്പോ ഇതിന് ഞാൻ കാണുന്ന പ്രത്യേകത എന്താണ്? 1 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് 3 എന്ന് പറയുന്ന നമ്പർ കിട്ടിയത്. ഓക്കെ, 3 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്. 5ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 7 കിട്ടിയത്. 7ന്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? 9 കിട്ടിയത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഈ സീക്വൻസിലെ ഓരോ നമ്പേഴ്സും കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു ഫിക്സഡ് നമ്പർ, അതിന്റെ മുന്നേ ഉള്ള നമ്പറിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി പോകുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. വി ക്യാൻ സേ ദാറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് in which each term is get by adding a fixed number to the preceding term. Okay, except the first term. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യത്തെ ടേം എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിലല്ല കിട്ടുന്നത്. ആദ്യത്തെ ടേം നമുക്ക് തന്നിരിക്കും, അതിന്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ സീക്വൻസ് ഓഫ് നമ്പേഴ്സിനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾ മനസ്സിലാക്കി. ഇനി മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം, ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള ഓരോ നമ്പേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ടേംസ്. ഓക്കെ, ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ടേംസ്. അതേപോലെ ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞല്ലോ, ആ നമ്പറിനെ നമ്മൾ വിളിക്കുന്നതാണ് കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ ഇതാ ഈ ഒരു സീക്വൻസ് ശ്രദ്ധിച്ചാൽ എനിക്ക് ഇതാ ഈ ഒരു ആദ്യത്തെ നമ്പറിനെ എന്തെന്ന് വിളിക്കാം? ഫസ്റ്റ് ടേം. ഓക്കെ, രണ്ടാമത്തെ നമ്പറിനെ എന്തെന്ന് വിളിക്കാം? സെക്കൻഡ് ടേം. ഓക്കെ, മൂന്നാമത്തെ നമ്പറിനെ തേർഡ് ടേം, നാലാമത്തെ നമ്പറിനെ ഫോർത്ത് ടേം എന്ന് ഇങ്ങനെ വിളിച്ചു പോവാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. ആൻഡ് കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡി, സ്മോൾ ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ കോമൺ ഡിഫറൻസിനെ എനിക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ഈച്ച് ടേം വിത്ത് പ്രീസീഡിംഗ് ടേം. ഓക്കെ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഒരു ടേമിന് അതിന്റെ മുന്നേ ഉള്ള ടേമുമായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിക്സഡ് നമ്പർ ആണ് ആരെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് ഓഫ് ദാറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഞാൻ ഇനി എഴുതാൻ പോകുന്ന സീക്വൻസ് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ എഴുതിയ സീക്വൻസിലുള്ളത് തന്നെയാണ്. 2 4 6 8 9 6 8 10 എക്സെട്ര. ഈ ഒരു സീക്വൻസിനെ ശ്രദ്ധിക്കുക. ഈ ഒരു സീക്വൻസിൽ നമ്മൾ നേരത്തെ എഴുതിയ സീക്വൻസ് ആണ്. ഇതിലെ ഫസ്റ്റ് ടേം ആരാണ്? 2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിനെ ഞാൻ എന്തെന്ന് കൊടുക്കുകയാണ്? എ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസിനെ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തത്? ഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞില്ലേ ദിസ് ഈസ് ഈക്വലന്റ് ടു എ പ്ലസ് ഡി. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ടേമിനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് ഡി പ്ലസ് ഡി എന്ന് എഴുതിക്കൂടെ? അതായത് ഫസ്റ്റ് നമ്പറിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ നമ്പറായ ഇനി നമുക്ക് ടേം എന്ന് തന്നെ പറയാം, രണ്ടാമത്തെ ടേം ആയ എ പ്ലസ് ഡി കിട്ടിയത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേമിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ രണ്ടാമത്തെ ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതല്ലേ, അതായത് എ പ്ലസ് ഡി പ്ലസ് ഡി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? നാലാമത്തെ ടേമിനെ എ പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ ടേമിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി എന്ന് എഴുതിക്കൂടെ? ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേം അവിടെ നിൽക്കട്ടെ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടുന്നതാണ് ആണല്ലോ. തേർഡ് ടേം എന്ന് പറയുന്നത് ഇതിനെ എനിക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് 2d എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതായത് തേർഡ് ടേമിനെ എ പ്ലസ് 2d, അതായത് ഫസ്റ്റ് ടേമിന്റെ കൂടെ രണ്ട് വട്ടം എന്തിനെ ആഡ് ചെയ്യുന്നു? നമ്മൾ കോമൺ ഡിഫറൻസിന്റെ ട്വൈസിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. ഇതിന് എനിക്ക് എ പ്ലസ് 3d, അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫോർത്ത് ടേമിനെ എനിക്ക് എ പ്ലസ് 3d എന്ന് എഴുതാൻ കഴിയും. ഫിഫ്ത് ടേമിനെ എ പ്ലസ് 4d എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ജനറൽ ഫോമിനെ എങ്ങനെ എഴുതാൻ പറ്റും? എ പ്ലസ് 2d, എ പ്ലസ് 3d, എ പ്ലസ് 4d എക്സെട്ര അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു. ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ പ്ലസ് 2d, തേർഡ് ടേം സെക്കൻഡ് ടേം എ പ്ലസ് ഡി, തേർഡ് ടേം എ പ്ലസ് 2d. അതും കൂടെ നമുക്ക് എഴുതിയിട്ട് പോവാം. എ പ്ലസ് ഡി, അതേപോലെ ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടേം എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d, എ പ്ലസ് 4d ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ nth ടേമിന് നിങ്ങൾ എന്ത് പറയും? ഓക്കെ, ഫസ്റ്റ് ടേമിന് എ പ്ലസ് 0d എന്ന് വിചാരിക്കുക. സെക്കൻഡ് ടേമിന് എ പ്ലസ് 1d, തേർഡ് ടേമിന് എ പ്ലസ് 2d, ആൻഡ് ഫോർത്ത് ടേമിന് എ പ്ലസ് 3d, ആൻഡ് ഫിഫ്ത് ടേമിന് എ പ്ലസ് 4d. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ nth ടേമിനെ ഞാൻ എ എൻ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്താൽ എനിക്ക് പറഞ്ഞൂടെ എ എൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന് പറയാൻ കഴിയും. This is a very important result of our chapter. The equation for nth term of an AP is equal to a plus n minus 1 into d. ഈ a എന്ന് പറഞ്ഞാൽ എന്താണ്? Is the first term. Okay, first term of the arithmetic progression. n എന്ന് പറഞ്ഞാൽ number of terms. Okay, number of terms of the arithmetic progression, and d is the common difference of the arithmetic progression. Okay, appo idana nammada first result. an is equal to a plus n minus 1 into d, nth term. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേമിന് നിങ്ങൾക്ക് വേണമെങ്കിൽ a1 എന്ന് കൊടുക്കാം, സെക്കൻഡ് ടേമിന് a2 എന്ന് കൊടുക്കാം, തേർഡ് ടേമിന് a3 എക്സെട്ര ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നു a50 കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? a plus 49d. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ടുകളിൽ ആദ്യത്തെ റിസൾട്ട് ആണ് നമ്മൾ നോക്കിയത്. ആരാണ്? The nth term of an AP is given by an is equal to a plus n minus 1 into d, where a is the first term, n is the number of terms of the particular AP, and d is the common difference of the AP. Okay, അപ്പോൾ നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. കോമൺ ഡിഫറൻസ് d is equal to ഏത് ഇക്വേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? നമ്മുടെ എടുക്കുന്ന ടേമിൽ നിന്നും മുന്നത്തുള്ള ടേം നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നമുക്ക് a2 മൈനസ് a1 എന്ന് കൊടുക്കാം, അതേപോലെ a3 മൈനസ് a2 എന്ന് കൊടുക്കാം, a4 മൈനസ് a3 എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കൊടുക്കാവുന്നതാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ,
മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ എടുക്കുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എനിക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 0 ആണ് കിട്ടിയതെങ്കിൽ, I can say that the particular arithmetic progression is increasing. Okay, that is an increasing arithmetic progression എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ്, സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക, കുറച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് നമ്പർ കിട്ടിയാൽ ദാറ്റ് മീൻസ് d യുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ we can say that the arithmetic progression is decreasing. ഓക്കെ, ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തപ്പോൾ കിട്ടിയത് 0 ആണ്. തേർഡ് ടേമിൽ നിന്നും സെക്കൻഡ് ടേം കുറച്ചപ്പോൾ കിട്ടിയതും 0 ആണ്. അങ്ങനെ ആ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ മുന്നോട്ട് പോകും തോറും ഒരു ടേമിൽ നിന്നും അതിന്റെ പ്രിസീഡിംഗ് ടേം കുറയ്ക്കുമ്പോൾ എനിക്ക് 0 ആണ് കിട്ടുന്നത് വിചാരിക്കുക. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് 0 കിട്ടിയെങ്കിൽ I can say that arithmetic progression is a constant p. Okay, it's a constant arithmetic progression. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിരിക്കുന്നു. എപ്പോഴാണ് ഒരു സീക്വൻസിന് എനിക്ക് സീരീസ് എന്ന് പറയാൻ പറ്റുന്നത്? ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. എ, അതേപോലെ a+d, a+2d, a+3d ഇങ്ങനെ തന്നിട്ടുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന് ഞാനിവിടെ പ്ലസ് ഇങ്ങനെ കൊടുക്കണം, എക്സെട്ര. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? അരിത്തമെറ്റിക് സീരീസ് എന്ന് വിളിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എപ്പോഴാണ് ഒരു അരിത്തമെറ്റിക് സീരീസ് ആവുന്നതെന്ന് മനസ്സിലായല്ലോ. സം ഓഫ് ദി ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് നോൺ ആസ് അരിത്തമെറ്റിക് സീരീസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ആദ്യത്തെ n ടേംസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, അതായത് ആദ്യത്തെ n പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ സിംപ്ലി വി ആർ ഗോയിങ് ടു ദി ഇക്വേഷൻ. എന്താണ്? Sn is equal to n/2. Sn എന്ന് പറഞ്ഞാൽ sum of the first terms of an 8p is equal to n/2 into 2a plus n minus 1 into d. ഓക്കെ, ഇതിലുള്ള ടേംസ് ഒക്കെ ആരാന്നറിയാലോ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, n നമ്പർ ഓഫ് ടേംസ്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഇക്വേഷൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഫസ്റ്റ് ടേമിനോടൊപ്പം നിങ്ങൾക്ക് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ലാസ്റ്റ് ടേമും അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ്. That is to n/2 into a1 plus al, that means last term. Okay, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ആണ് സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് an AP ക്ക് യൂസ് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സെക്ഷൻ ആണ് അരിത്തമെറ്റിക് മീൻ. ഓക്കെ, ഒരു പർട്ടിക്കുലർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Sn divided by n. That is the sum of first n terms of the AP divided by the number of terms of the AP. Okay, so students, we are moving to our first exercise 5.1. okay, 5.1 ലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. In which of the following situations does the list of numbers involved make an arithmetic progression and why? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസിനെ നമ്മൾ അതിന്റെ ന്യൂമറിക്കൽ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന സീക്വൻസ് ഓഫ് നമ്പേഴ്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ, ആണെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. The taxi fare after each kilometer when the fare is 15 for the first kilometer and ₹8 for each additional kilometer. അതായത് ഒരു ടാക്സി നമ്മൾ പിടിച്ചാല് ആദ്യത്തെ 1 കിലോമീറ്ററിന് 15 രൂപയും അത് കഴിഞ്ഞിട്ട് നമ്മൾ കവർ ചെയ്യുന്ന ഓരോ കിലോമീറ്ററും അനുസരിച്ച് 8 രൂപ വീതം കൂടി പൊക്കോണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് ഇതിന്റെ ന്യൂമറിക്കൽ ഫോം ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആക്കി മാറ്റാൻ കഴിയുമോ എന്നാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ആണെങ്കിൽ അതിനുള്ള റീസണും പറയുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഇങ്ങനെ ഒന്ന് ടേബിൾ ചെയ്തിട്ട് ആണ് എഴുതുന്നത്. ഫസ്റ്റ് കിലോമീറ്ററിന് എത്ര രൂപ എന്നാണ് പറഞ്ഞത്? 15 രൂപ. ഓക്കെ, സെക്കൻഡ് കിലോമീറ്ററിന് എത്ര രൂപ എന്നാണ് പറയുന്നത്? സെക്കൻഡ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 15 രൂപ നമുക്ക് എന്തായാലും കൊടുക്കണം. അതിന്റെ കൂടെ ഓരോ അഡീഷണൽ കിലോമീറ്ററിന്റെ കൂടെയും എത്ര രൂപ വീതം കൂട്ടണം? 8 രൂപ വീതം കൂടിയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 15ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 23.
ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 3 കിലോമീറ്റർ കവർ ചെയ്തു എന്ന് വിചാരിക്കുക. 3 കിലോമീറ്റർ കവർ ചെയ്തെങ്കിൽ 23ന്റെ കൂടെ നമ്മൾ എത്ര കൊടുക്കണം? ഒരു 8 രൂപയും കൂടെ കൊടുക്കണം. ദാറ്റ് മീൻസ് നമുക്ക് 31 റുപ്പീസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഒരു 5 കിലോമീറ്റർ വരെയുള്ള കേസാണ് എടുക്കുന്നത്. ഇനി അടുത്തത് 4th അല്ലെങ്കിൽ 4ാമത്തെ കിലോമീറ്ററിൽ എത്തുമ്പോൾ ഞാൻ എത്ര രൂപ കൊടുക്കണം? 8 രൂപയുടെ കൊടുക്കുമ്പോൾ 39 റുപ്പീസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഒരു 5 കിലോമീറ്റർ കവർ ചെയ്യണമെങ്കിൽ ഞാൻ എത്ര രൂപ കൊടുക്കണം? 39 രൂപയുടെ കൂടെ ഒരു 8 രൂപയും കൂടെ കൊടുക്കണം. ദാറ്റ് മീൻസ് എനിക്ക് എത്ര രൂപ കൊടുക്കണം? 47 രൂപയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനെ നിങ്ങൾ എങ്ങനെ എഴുതുക? കിലോമീറ്റർ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് എഴുതുക. ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ഓക്കെ എന്ന് എഴുതുക. ഇതിനെ എന്തെന്ന് എഴുതുക? ടാക്സി ഫെയർ. ഓക്കെ, ടാക്സി ഫെയർ ഇൻ റുപ്പീസ്. ടേബിൾ ചെയ്ത് എഴുതാം, അല്ലാതെ എഴുതാം. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് കിട്ടിയ ഈ ഒരു സിറ്റുവേഷനിലെ ഒരു ന്യൂമറിക്കൽ ഫോം എന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കുന്നത്. എവിടം വരെയാണോ ആ യാത്ര തുടരുന്നത് അവിടം വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഡെഫിനിഷൻ എന്താണ് പഠിച്ചത്? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന് ഒരു ഫസ്റ്റ് ടേം കാണും ആണല്ലോ. ഇവിടെ ഫസ്റ്റ് ടേം ഇല്ലേ? 15 പറയുന്നു ഓരോ സക്സസീവ് ആയിട്ടുള്ള ടേംസും എങ്ങനെയായിരിക്കും പോകുന്നത്? ഒരു ഫിക്സഡ് നമ്പർ കൂട്ടി 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 ആയിരിക്കും പോകുന്നതെന്ന് പറയുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഏത് 2 ടേംസ് എടുത്താലും ഒരു ടേമിന്റെ അതിന്റെ പ്രൊസീഡിംഗ് ടേമുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് A1 എന്താണ്? 15, A2 23. അങ്ങനെയാണെങ്കിൽ ഞാൻ കോമൺ ഡിഫറൻസ് നോക്കിയാണ്. ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 ഈസ് ഈക്വൽ ടു എന്നാലോചിക്കുക. 23 മൈനസ് 15 ഈസ് ഈക്വൽ ടു എത്രയാണ്? 8. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അടുത്ത കേസ് എടുക്കുകയാണ്. A3 minus A4 sorry A3 minus A2 is equal to 31 minus 23 is equal to എത്രയാണ്? 8. അതേപോലെ A4 minus A3 is equal to 39 minus 31 is equal to 8. Okay, next A5 minus A4 is equal to 47 minus 39 is equal to എത്രയാണ്? 8. ഓക്കെ, അപ്പൊ ഇവരെല്ലാം തമ്മിലുള്ള ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലെ നമ്പേഴ്സ് നമ്മൾ എടുത്തപ്പോ നമുക്ക് കിട്ടിയത് ഇവര് തമ്മിലെല്ലാം ഉള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആരാണ്? ഒരു ഫിക്സഡ് നമ്പർ ആണ്. സോറി, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് നമ്പർ ആണ്. അതായത് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോമൺ ഫിക്സഡ് നമ്പർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഗിവൺ സിറ്റുവേഷൻ ഈസ് ആൻ AP. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സക്സസീവ് ടേംസ് ആർ 8 അല്ലെങ്കിൽ ഈസ് എ ഫിക്സഡ് നമ്പർ, ദിസ് ഈസ് ആൻ AP എന്ന് പറയാൻ കഴിയും. ഓക്കെ, സോ സ്റ്റുഡൻസ്, ലെറ്റ്സ് മൂവ് ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. The amount of air present in a cylinder when a vacuum pump removes 1/4 of the air remaining in the cylinder at a time. Okay, അപ്പോൾ നമുക്ക് ഒരു സിലിണ്ടർ ഉണ്ട്, അതിൻ്റെ അകത്ത് എയർ കൊണ്ട് ഫിൽഡ് ആണ്. അപ്പൊ നമ്മൾ ഓരോ തവണയും വാക്വം ചെയ്യുന്നു ഇതിന്. അപ്പം വാക്വം ചെയ്യുന്ന മീൻസ് അതിൽ നിന്ന് എയർ റിമൂവ് ചെയ്യാണ്. അപ്പൊ എയർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സിലിണ്ടറിൽ എത്ര എമൗണ്ട് എയർ ഉണ്ടോ അതിന്റെ 1/4 എയർ ആണ് ഓരോ തവണയും റിമൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യണം. റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടേംസ് എന്ന് പറയുന്നത് AP-യിൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആ ഒരു സിലിണ്ടറിൽ എത്ര എമൗണ്ട് എയർ ഉണ്ട് എന്നില്ല. അപ്പൊ നമ്മൾ മാത്സിൽ എങ്ങനെയാണ് എടുക്കുന്ന അൺനോൺ ക്വാണ്ടിറ്റീസിനെ വേരിയബിൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. ഐ എം ടേക്കിംഗ് ദ എമൗണ്ട് ഓഫ് എയർ ഫിൽഡ് ഇൻ ദ സിലിണ്ടർ ഓക്കെ ആസ് X. ഓക്കെ, X ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നോക്കുക, ആദ്യം എത്ര എമൗണ്ട് ഓഫ് എയർ ഉണ്ട് അവിടെ? X ആണുള്ളത്. ആൻഡ് നമ്മൾ ഒരു വട്ടം എന്ത് ചെയ്യുന്നു? വാക്വം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും 1/4 കുറയും എന്നാണ് പറയുന്നത്. സോ ഐ എം ടേക്കിംഗ് ദ എമൗണ്ട് ഓഫ് എയർ ഫിൽഡ് ഇൻ ദ സിലിണ്ടർ ആസ് X. ഓക്കെ, അപ്പൊ ആദ്യം ആ സിലിണ്ടറിൽ ഫില്ല് ചെയ്തിരുന്ന എയറിന്റെ എമൗണ്ട് X എന്ന് ഞാൻ എടുക്കുകയാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു വട്ടം അതിനെ വാക്വം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ലെഫ്റ്റ് ചെയ്യുന്ന എയർ എത്രയായിരിക്കും? നമ്മൾ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ആ സിലിണ്ടറിൽ ലെഫ്റ്റ് ചെയ്യുന്ന എയർ എത്രയാണോ അതിന്റെ 1/4 അതിൽ നിന്നും കുറയും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ലെഫ്റ്റ് ചെയ്തത് എത്രയാണ്? X ആണ്. X-ൽ നിന്നും എത്ര കുറഞ്ഞു? 1/4 X.
കുറഞ്ഞു. ഓക്കെ, അപ്പോ എക്സ് മൈനസ് 1/4 എക്സ് എന്ന് പറയുന്ന ആരാണ്? 3/4 എക്സ് ആണ്. നെക്സ്റ്റ് ആലോചിച്ച് നോക്കുക, 3/4 എക്സിൽ നിന്നും ഒരു വട്ടം കൊണ്ട് ഇപ്പൊ എത്ര എമൗണ്ട് ഉണ്ട്? 3/4 എക്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്ന എയറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ സിലിണ്ടറിൽ. അതിൽ നമ്മൾ ഒരു വട്ടം കൂടെ വാക്വം ചെയ്യുമ്പോൾ എക്സിസ്റ്റ് ചെയ്തിരുന്ന എയറിന്റെ എമൗണ്ടിന്റെ 1/4 ഇതിൽ നിന്നും കുറയും ആണല്ലോ. അപ്പോ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, 3/4 എക്സ് ആണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്, അതിന്റെ 1/4 എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കുക, 9x ഡിവൈഡഡ് ബൈ 14 ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 9x/14. അപ്പോൾ ഇപ്പൊ ഇത്രയും എമൗണ്ട് ഉണ്ട്. ഇനി ഇതിൽ നിന്നും നമ്മൾ ഒരു വട്ടം കൂടെ വാക്വം ചെയ്യുമ്പോൾ നമുക്ക് 1/4 ടൈംസ് 9x/14 ആണ് റിമൂവ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇവിടെ നിന്നും ഇവിടുത്തെ ഒരു ഓപ്പറേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 9/14x മൈനസ് 1/4 ഓഫ് 9x/14. ഓക്കെ, അതെന്ന് പറയുന്നത് എത്രയാണ്? 27 ഡിവൈഡഡ് ബൈ 64 എക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഏകദേശം ആ ഒരു സീക്വൻസിലെ 4 ടേംസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവര് തമ്മിൽ കോമൺ ഡിഫറൻസ് ഉണ്ടോ? കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇതില് സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേമിൽ നിന്ന് കുറയ്ക്കുന്നു. സെക്കൻഡ് ടേം ആരാണ്? 3/4 എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 30 മൈനസ് 1/4 എക്സ്. ഓക്കെ, നെക്സ്റ്റ് a3 minus a2 9/16x minus 3/4 x is equal to എനിക്ക് കിട്ടിയത് minus 3/16x ആണ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്, ഇവ രണ്ടും സെയിം ആണോ? അല്ല. ഓക്കെ, അതായത് കൂടി കൂടി പോകുന്നത് ഒരു ഫിക്സഡ് നമ്പർ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് a4 മൈനസ് a3. ഞാൻ എടുത്ത എല്ലാ ടേംസിന്റെയും സക്സസീവ് ആയിട്ടുള്ള ടേംസിന്റെ എന്ത് ചെയ്ത് നോക്കിയാണ്, ഡിഫറൻസ് എടുത്ത് നോക്കിയാണ്. ഇസ് ഈക്വൽ ടു 27x ഡിവൈഡ് ബൈ 64 മൈനസ് 9/16x മൈനസ് 9/64 എക്സ് എന്നാണ് വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും എന്താവുന്നില്ല, ഇത് മാച്ച് ആവുന്നില്ല. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സിൻസ് ദ ഡിഫറൻസ് ഓഫ് 2 സക്സസീവ് ടേംസ് of the sequence is not the same, we can say that the given sequence is not an AP. Okay, ഇത് എന്തല്ല, ഒരു AP അല്ല. Okay, so students, let's move to the third question. The cost of digging a well after every meter of digging, when it costs rupees 150 for the first meter and rises by rupees 50 for each subsequent meter. അതായത് നമ്മൾ ഒരു കിണർ കുഴിക്കുകയാണ്. ഓക്കെ, അപ്പൊ കിണർ കുഴിക്കുമ്പോൾ ആദ്യത്തെ 1 മീറ്റർ കുഴിക്കുന്നതിന് ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് ആണ്, ആരാണ്? 150 രൂപയാണ്. പിന്നെ നമ്മൾ ഡിഗ് ചെയ്യുന്ന ഓരോ മീറ്റർ അനുസരിച്ചും 50 രൂപ വീതം കൂടി കൂടി പോകുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആയിട്ട് എഴുതണം. ആ തന്നിരിക്കുന്ന സീക്വൻസ് ഓഫ് നമ്പേഴ്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോ ഞാൻ എന്ത് എടുക്കുകയാണ്? ഇവിടെ നോക്കുക, ഫസ്റ്റ് മീറ്റർ ഡെപ്തും എടുത്തിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഡിഗിങ് എടുത്തിട്ടുണ്ട്. 1 മീറ്റർ ഡിഗ് ചെയ്യാൻ എത്ര രൂപയാണ്? 150 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 മീറ്റർ ഡിഗ് ചെയ്യാൻ നോക്കുക, 150ന്റെ കൂടെ എത്ര കൂട്ടി? 50 കൂട്ടിയപ്പോ 200 ആണ് കിട്ടിയത്. 200ന്റെ കൂടെ 50 കൂട്ടിയപ്പോ 250. അതാണ് 3 മീറ്റർ ഡിഗ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അതേപോലെ 250ന്റെ കൂടെ 50 കൂട്ടിയപ്പോൾ 300 കിട്ടി. 300ന്റെ കൂടെ 50 കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 350 ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഈ ഒരു ഡയഗ്രാമാറ്റിക് representationലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം, the difference between 2 successive terms of the given sequence is a fixed number. Okay, so we can say that the given sequence of number is an AP. Okay, നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? a2 മൈനസ് a1 ഈക്വൽ ടു കണ്ടുപിടിക്കാം. a3 മൈനസ്, അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അതിങ്ങനെ കാണിച്ചാൽ മതിയാകും. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് നന്നായിരിക്കും. So students, we are going to the last question of our first set of question. The amount of money in the account every year when rupees 10,000 is deposited at compound interest at 8% per annum. Okay, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയുടെ കാര്യമാണ് പറയുന്നത്. എമൗണ്ടിന്റെ കേസാണ്. 10,000 രൂപയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറ്റ് 8%
പെർ ആനം, അതായത് വർഷത്തിലെ 8% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനാണ് 10,000 രൂപ നമ്മൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുക ഒരു AP ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമ്പർ ഓഫ് ഇയേഴ്സ് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ ടേബിൾ ചെയ്ത്, ആൻഡ് അതേപോലെ എമൗണ്ടും എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ തന്നിട്ടുള്ള പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റിന്റെ കൂടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ ആ പ്രിൻസിപ്പൽ എമൗണ്ടിന് ഓരോ വർഷവും എത്ര ഇൻട്രസ്റ്റ് വേണോ അതും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്താണ് പോകുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, കൂട്ടുപലിശ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൂട്ടി കൂട്ടി പോകുന്നതാണ്. ഓക്കെ, അപ്പോ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ആദ്യത്തെ വർഷം എത്രയാണ് എമൗണ്ട്? 10,000 ആണ്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർഷം എന്ന് പറയുന്നത് ഈ 10,000ഉം 10,000ഉം അതിന്റെ കൂടെ 10,000ന്റെ 8% ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന്റെ 8%മാണ് ഇതിന്റെ കൂടി കൂടി പോകുന്നത്. ഓക്കെ, അപ്പൊ 10,000ന്റെ 8% എന്ന് പറയുന്നത് എത്രയാണ്? 800 rupees ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ എത്ര കിട്ടും? 10,800 ആണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, 10,800ന്റെ കൂടെ, അതായത് ഇപ്പൊ രണ്ടാമത്തെ വർഷമായി, ഇനി നമ്മൾ മൂന്നാമത്തെ വർഷത്തെ എങ്ങനെ കണക്കാക്കുന്നത്? രണ്ടാമത്തെ വർഷം എത്ര എമൗണ്ട് കിടപ്പുണ്ടോ അതിന്റെ കൂടെ ആ എമൗണ്ടിന്റെ 8% ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? 10,800ന്റെ കൂടെ 10,800ന്റെ 8%, അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 864 രൂപയാണ്. ഓക്കെ, അപ്പോ അത് നമ്മൾ അവിടെ ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 11,664 ആണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് നാലാമത്തെ വർഷത്തേക്കുള്ള എമൗണ്ട് നമ്മൾ എങ്ങനെ കണക്കാക്കും? മൂന്നാമത്തെ വർഷം എത്ര എമൗണ്ട് ഉണ്ടായിരുന്നോ അതിന്റെ കൂടെ അതിന്റെ 8% കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അതായത് ഈ എമൗണ്ടിന്റെ കൂടെ 11,664 അതിന്റെ കൂടെ 11,664ന്റെ 8% നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 933.112. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആര് കിട്ടിയത്? 12,597.12 rupees. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സീക്വൻസ് കിട്ടി. ഈ ഒരു സീക്വൻസ് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ കിട്ടിയ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിൽ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്? 10,800 പിന്നെ 10,000 അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 800 ആണ്, ആണല്ലോ. അതേപോലെ 10,800ഉം അതേപോലെ 11,664 ഇതിൽ നിന്നും ഞാൻ ഇതിനെ കുറച്ച് എനിക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 864. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് 12,597.12 ഇതിൽ നിന്നും ഞാൻ 11,664 കുറച്ചാൽ എനിക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 933.12 ആയിരിക്കും. ദാറ്റ് ഈസ് തന്നിട്ടുള്ള സീക്വൻസ്, തന്നിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ എന്താണ് മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തപ്പോൾ ആ കിട്ടിയ സീക്വൻസ് ഓഫ് നമ്പേഴ്സിന്റെ രണ്ട് അടുത്തടുത്തുള്ള നമ്പേഴ്സിന് എന്തില്ല? കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ല. ദാറ്റ് മീൻസ് ദ ഗിവൺ സിറ്റുവേഷൻ ഡസ് നോട്ട് റെപ്രസെന്റ് ആൻ AP, അല്ലെങ്കിൽ ദ ഗിവൺ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഈസ് നോട്ട് elements, not the terms of an AP. Okay, but this is not an AP. Okay, so students, let's move to the second set of questions of our exercise 5.1. For question ingane, we have to find the first 4 terms of the AP. Okay, നമുക്ക് ആ ഓരോ AP കളുടെയും എന്താണ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആദ്യത്തെ 4 ടേംസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം തന്ന സ്ഥിതിക്ക് ഇതിന്റെ എല്ലാം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ A തന്നെയായിരിക്കും. A1 is equal to 10, റൈറ്റ്. ഇവിടെയും നമുക്ക് A1 is equal to -2 എന്ന് എഴുതാം. ഇവിടെ A1 is equal to 4 and A1 is equal to -1, A1 is equal to -1.25. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ട് പോവാം. അപ്പൊ നമ്മള് A2ന്റെ ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചത്? A plus D. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? A1 plus D. അപ്പൊ 10 plus 10 is equal to എത്രയാണ്? 20. And A3യുടെ ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചത്? A plus 2D. ഓക്കെ, is equal to എനിക്ക് A plus 2 into 10 is equal to 20. A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. So is equal to 30. ഓക്കെ, നെക്സ്റ്റ് A4 എന്ന് പറഞ്ഞാൽ എന്താണ്? A plus 3D. ഓക്കെ, is equal to 10 plus 3 into 10 is equal to 30 is equal to 40. Okay, so the first 4 terms of this AP is 10, 20, 30 and 40. Okay,
Next, we are moving to the second question. First term ആരാണ്? -2. Common difference 0 ആണ്. അതായത് നമുക്ക് a1 കിട്ടി. a2 എന്ന് പറഞ്ഞാൽ ആരാണ്? -2 plus 0 is equal to -2. And a3 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇക്വേഷൻ ഉണ്ട്. a plus 2d ആണ്. അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ -2 plus 0 into 2 which is also 0 -2. And a4 is equal to -2 plus 3d 3 into 0 which is also 0 which is equal to -2. So ഈ ഒരു AP യുടെ കോമൺ ഡിഫറൻസ് എന്താണ്? 0 ആണ്. That is this AP is a constant AP. Okay, അപ്പോൾ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ടേംസ് ഏതൊക്കെയാണ്? 4 ടേംസ് -2 -2 -2 -2. Okay, next we are moving to the third question. ഫസ്റ്റ് ടേം ആരാണ്? 4 ആണ്. കോമൺ ഡിഫറൻസ് -3 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഉണ്ട്. സെക്കൻഡ് ടേം a2 is equal to a plus d, okay, is equal to 4 plus -3 is equal to 4 minus 3 is equal to 1. Okay, നെക്സ്റ്റ് എന്ന് പറയുന്നത് a3 is equal to a plus 2d. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ടേമിന്റെ കൂടെ ഒരു വട്ടം അത് കൂട്ടിയാലും മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോ ഇക്വേഷൻസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. is equal to ഫസ്റ്റ് ടേം ആരാണ്? 4 plus 2 into 3 is equal to 6. Minus sign ഉണ്ട്. അപ്പോൾ 4 minus 6 which is equal to -2. Okay, next എന്ന് പറയുന്നത് a4 is equal to a plus 3d. Okay, is equal to ഫസ്റ്റ് ടേം ആരാണ്? 4. and അവിടെ ഒരു സിംബൽ നമുക്ക് മൈനസ്. 3 into 3 is equal to 9. അപ്പോൾ 4 minus 9 is equal to -5. Okay, so the first 4 terms of this given AP is 4 1 -2 -5. ഈ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 4 കൂടെ ഒരു തവണ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1 -3 കൂട്ടുമ്പോൾ. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നിങ്ങൾ എന്ത് കൂട്ടിയാൽ മതി? ഒരു തവണ -3 കൂട്ടിയാൽ മതി. 1 - 3 which is equal to -2. ഓക്കെ, -2 -3 which is -5. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഞാൻ ഇക്വേഷൻസ് യൂസ് ചെയ്താണ് ചെയ്തത്. ആ ഡിഫറൻസ് മനസ്സിലാക്കാം. ഓക്കെ, a1 is equal to -1, റൈറ്റ്. അപ്പോ a2 നെ എനിക്ക് എങ്ങനെ എഴുതാം? is equal to a plus d എന്ന് എഴുതാം. that is equal to -1 plus 1 by 2 is equal to -2 plus 1 is equal to -1 divided by 2. Okay, next a3 is equal to a plus 2d which is equal to -1 plus 2 by 2 is equal to 1 which is equal to 0. Okay, next a4 is equal to a plus 3d, right. അപ്പോൾ is equal to a1 ആരാണ്? -1. 3 into 1 by 2 is equal to 3 by 2. So -1 plus 3 by 2 which is equal to -2 plus 3 1 by 2. So the first 4 terms of this AP is -1 -1 by 2 0 and 1 by 2. Okay, next we are moving to the last question of this set of exercise. So a is equal to 1.25, d is equal to, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഉണ്ട് ആരാണ്? -1.25. ഓക്കെ, അപ്പം a2 is equal to a1 plus d, that is a plus d which is equal to -1.25 plus പ്ലസ് ഓഫ് മൈനസ് വരുമ്പോൾ -0.25 ആണ്. രണ്ടിനും ഒരേ സൈൻ ആണ്. കൂട്ടിയിട്ട് അതേ സൈൻ തന്നെ കൊടുക്കണം. 1.25 plus 0.25 is equal to 1.50. വലുതിന്റെ സൈൻ മൈനസ്, സോ -1.50. Okay, next a3 is equal to a plus 2d, right. So -1.25 minus and അതേപോലെ കൊടുക്കുക. 0.25 into 2 is equal to 0.50. Okay, അപ്പോൾ രണ്ടിനും ഒരേ സൈൻ ആണ്. കൂട്ടിയിട്ട് അതേ സൈൻ തന്നെ കൊടുക്കണം. So I get -1.75. Okay, next is the fourth term a4 is equal to a plus 3d. A plus 3d is equal to -1.25 minus 3 into 0.25 is equal to 0.75. Okay, അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് അതേ സൈൻ തന്നെ കൊടുക്കുക. മൈനസ് സൈൻ ആണ്. 1.25 plus 0.75 is equal to 2. So -2. So നമുക്ക് ഈ തന്നിരിക്കുന്ന AP യുടെ ആദ്യത്തെ 4 ടേംസ് ആരൊക്കെയാണ്? -1.25 -1.50 -1.75 and -2. Okay, so students, we are moving to the third set of questions of our exercise 5.1. question എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? for the following APs, അതായത് തന്നിരിക്കുന്നത് arithmetic progressions ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം ആരായിരിക്കും? 3.
ഓക്കെ ഞാൻ a1 is equal to 3 ഇവിടുത്തെ ആരായിരിക്കും a1 is equal to -5 ഇവിടെ a1 is equal to 1/3 and ഇവിടെ a1 is equal to 0.6 right okay ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ ഓരോന്നിന്റെയും ചെക്ക് ചെയ്ത് ഫിക്സഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിരിക്കുന്നത് AP ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് മീൻസ് ഏത് നമ്മൾ രണ്ട് ടേംസ് എടുത്താലും അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഫിക്സഡ് നമ്പർ തന്നെയായിരിക്കും സോ എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എടുക്കുക എളുപ്പമുള്ളത് നോക്കി എടുത്താൽ നിങ്ങൾക്ക് അത്രയും നല്ലത് അപ്പൊ ഞാനിവിടെ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഇതിന്റെ കേസിൽ ഇങ്ങനെയാണ് എടുക്കുന്നത് 1 - 3 അതായത് a2 - a1 ആണ് എടുത്തിരിക്കുന്നത് അത് വേണമെങ്കിൽ ഒന്ന് എഴുതി പോവാം a2 - a1 which is equal to 1 - 3 is equal to -2 ഓക്കേ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം 3 ഉം കോമൺ ഡിഫറൻസ് -2 ഉം ആണ് ദാ ഇവിടെ എടുക്കുക ഞാൻ കോമൺ ഡിഫറൻസ് is equal to ദാ ഇവരെ തമ്മിൽ എടുത്താൽ കുറച്ചും എളുപ്പമായിരിക്കും a4 - a3 എന്ന് എടുക്കുകയാണ് which is equal to 7 - 3 which is equal to 4 okay so the first term is -5 and the common difference is 4 for the given a3 okay next a1 is equal to 1/3 ആണ് തന്നിരിക്കുന്നത് common difference is equal to ഞാൻ a2 - a1 എന്ന് എടുക്കുക that means 5/3 - 1/3 which is equal to 4/3 okay അപ്പോൾ 4/3 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസും 1/3 ആണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 0.6 ആണ് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക ഞാൻ കോമൺ ഡിഫറൻസ് d is equal to a2 - a1 എന്ന് എടുക്കുകയാണ് സോ 1.7 - 0.6 which is equal to 1.1 okay so students we are moving to the last set of questions of our exercise 5.1 questions എങ്ങനെയാണ് പറയുന്നത് which of the following are APs നമുക്ക് കുറച്ച് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് തന്നിരിക്കും അത് AP അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഒരു അടുത്ത 3 ടേംസും കൂടെ കണ്ടുപിടിക്കണം ഓക്കെ ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുക അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം എന്താണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ശ്രദ്ധിക്കുക ആരാണ് 2 4 8 16 ഓക്കെ അപ്പൊ ഞാന് ഇവിടെ നോക്കുക 2ന്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് 4 കിട്ടിയത് പക്ഷെ 4ന്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത് 8ന്റെ കൂടെ 8 കൂട്ടിയപ്പോഴാണ് 16 കിട്ടിയത് ദാറ്റ് മീൻസ് ഇവര് തമ്മിൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തല്ല ഒരു ഫിക്സഡ് നമ്പർ അല്ല അല്ലെങ്കിൽ ഇവർക്ക് ഒരു കോമൺ ഡിഫറൻസ് ഇല്ല ഓക്കെ സോ ദിസ് ഈസ് നോട്ട് ആൻ AP നിങ്ങൾക്ക് എങ്ങനെ എഴുതാം എങ്ങനെ എഴുതുക a2 - a1 is equal to 4 - 2 which is equal to 2 and a3 - a2 is equal to 8 - 4 which is equal to 4 and a4 - a3 which is equal to 16 - 8 is equal to 8 that means a2 - a1 not is equal to a3 - a2 not is equal to a4 - a3 okay so the given sequence of numbers is not an arithmetic progression okay ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാണ് 2 5/2 3 7/2 ഇതിനാണെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതാണ് 2.5 പിന്നിട്ട് 3 പിന്നെ ആരാണ് 7/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3.5 അങ്ങനെ എടുക്കാൻ പറ്റും അപ്പം അത് കാണുമ്പോഴറിയാം ഒരു 0.5 വീതം എന്ത് ചെയ്ത് പോവുകയാണ് ഇങ്ങനെ കൂടി പോവുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം തെളിയിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുകയാണ് a2 - a1 എടുക്കുമ്പോൾ 5/2 - 2 which is equal to എത്ര കിട്ടും 2.5 - 2 is equal to 0.5 okay അതേപോലെ a3 - a1 which is equal to എത്ര കിട്ടും നമുക്ക് a3 - a2 which is equal to 3 - 5/2 is equal to എത്ര കിട്ടും 0.5 തന്നെയാണ് കിട്ടുന്നത് and a4 - a3 is equal to 7/2 - 3 which is also is equal to 0.5 okay അപ്പോ ഇതിലെ ടേംസ് തമ്മിൽ സക്സസീവ് ആയിട്ടുള്ള ടേംസ് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട് so we can say that this is an AP with common difference 0.5 ഓക്കെ നെക്സ്റ്റ് അപ്പൊ AP ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം വരുന്ന 3 ടേംസിനെയും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ 7/2ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു 0.5 ആഡ് ചെയ്യുന്നു അപ്പൊ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ് 4 ആയിരിക്കും അവിടെ കിട്ടുന്നത് ഓക്കെ നെക്സ്റ്റ് 4ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു 0.5 ആഡ് ചെയ്യുന്നു അപ്പൊ എനിക്ക് 4.5 എന്ന് പറഞ്ഞാൽ ആരാണ് 9/2 ആയിരിക്കും കിട്ടുന്നത്
ഓക്കെ നെക്സ്റ്റ് 9/2 അതായത് 4.5ന്റെ കൂടെ 0.5 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത കിട്ടുന്ന ടൈം ആരാണ് 5 ആയിരിക്കും. ഓക്കെ സോ ദി നെക്സ്റ്റ് 3 ടേംസ് ഓഫ് ദി AP ആർ 4, 9/2 and 5. ഓക്കെ ക്ലിയർ ആണല്ലോ. സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. -1.2, -3.2, -5.2, -7.2 എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാം എന്താണ് -1.2ന്റെ കൂടെ ഒരു -2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -3.2 കിട്ടുന്നത്. -3.2ന്റെ കൂടെ -2 ആഡ് ചെയ്യുമ്പോഴാണ് -5.2 കിട്ടുന്നത്. -5.2ന്റെ കൂടെ -2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് -7.2 കിട്ടുന്നത്. ഇത് ഒരു കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസ് ഓഫ് നമ്പേഴ്സ് തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെയാണ്. പക്ഷെ നമുക്ക് അത് എങ്ങനെ ചെക്ക് ചെയ്യണം? ഞാനിവിടെ A2 - A1 is equal to -3.2 -1.2 എന്ന് പറയുന്നത് +1.2 എന്നായിട്ട് മാറും, which is equal to -2. Okay, next A3 - A2 is equal to -5.2 -3.2 എന്ന് പറഞ്ഞാൽ +3.2 എന്നായിട്ട് മാറും, which is also -2. Okay, A4 - A3 which is equal to -7.2 -5.2 is equal to +5.2 which is also -2. Okay, അപ്പോൾ common difference ഉണ്ട്, ആരാണ് -2. so this is an AP. Okay, AP ആണ്. AP ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത 3 ടേംസിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത 3 ടേംസിനെ എങ്ങനെ കണ്ടുപിടിക്കാം? -7.2ന്റെ കൂടെ -2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -9.2. ഓക്കെ -9.2ന്റെ കൂടെ -2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -11.2. -11.2ന്റെ കൂടെ -2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -13.2. so the next 3 terms of the given AP is -9.2, -11.2, -13.2. okay എന്നിട്ട് ഈ ഒരു AP ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എക്സെട്ര. So we are moving to the fourth question. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: -10, -6, -2, 2 etc. ഓക്കെ അപ്പോൾ ഇത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നോക്കുമ്പോൾ -10ന്റെ കൂടെ ഒരു 4 കൂട്ടിയപ്പോഴാണ് -6 കിട്ടിയത്. -6ന്റെ കൂടെ +4 നമ്മൾ 4 കൂട്ടിയപ്പോൾ -2 കിട്ടി. -2ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ തന്നെയാണ് 2 കിട്ടുന്നത്. ദാറ്റ് മീൻസ് സക്സസീവ് ആയിട്ടുള്ള ടേംസിന്റെ ഇടയിൽ ഒരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? A2 - A1 is equal to -6 -10 is equal to +10 which is equal to +4. Okay, A3 - A2 is equal to -2 is equal to +6 which is also +4. A4 - A3 is equal to 2 -2 is equal to +2 which is also 4. So common difference exist ചെയ്യുന്നു. So D is equal to 4 and the given sequence of numbers are in arithmetic progression. Okay, നെക്സ്റ്റ് നമുക്ക് എന്താണ് പറയുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അടുത്ത 3 ടേംസ് നമുക്ക് എഴുതണം. കോമൺ ഡിഫറൻസ് 2 ആണ്. നമ്മളിപ്പോ നിൽക്കുന്ന ലാസ്റ്റ് ടേം 2 ആണ്. കോമൺ ഡിഫറൻസ് 4 ആണ്. സോ എനിക്ക് നെക്സ്റ്റ് എത്ര എഴുതാം? 6, അതേപോലെ 10, നെക്സ്റ്റ് is 14. So the next 3 terms of the given AP is 6, 10 and 14. Okay, next we are going to the fifth question. 3 plus root 2, 3 plus 2 root 2, 3 plus 3 root 2. അപ്പോൾ ഇത് കാണുമ്പോഴേ അറിയാം. അതായത് നോക്കിയേ A plus D, A plus 2D, A plus 3D ഇന്നൊരു ഫോമിലാണ് കിടക്കുന്നത്. സോ ദ ഗിവൺ സീക്വൻസ് ഓഫ് നമ്പർ ഈസ് ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? A2 - A1 is equal to 3 plus root 2 minus 3 which is equal to root 2. Okay, next A3 minus A2 is equal to 3 plus 2 root 2 minus 3 plus root 2 is equal to, അപ്പോൾ 3യും ഈ 3യും പോയി 2 root 2ൽ നിന്ന് ഒരു 2 പോകുമ്പോഴത്തേക്കും ഒരു root 2 പോകുമ്പോൾ നമുക്ക് പിന്നെ ആര് മാത്രമേ ഉള്ളൂ? ഒരു root 2 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് A4 minus A3 which is equal to 3 plus 3 root 2 minus 3 minus 2 root 2 which is equal to root 2. So നമുക്ക് common difference ഉണ്ട്, ആരാണ്? root 2 and this sequence of numbers are in arithmetic progression. നമുക്ക് ബാക്കിയുള്ള 4 പേര് എഴുതണം. ഈ രീതിയിൽ തന്നെ എഴുതി പോയാൽ മതിയാകും. 3 plus 4 root 2, 3 plus 5 root 2 and 3 plus 6 root 2 are the next 3 terms of the given set of given sequence of numbers അല്ലെങ്കിൽ given arithmetic progression എന്ന് എഴുതാൻ കഴിയും. So next we are moving to the
Sixth question, 0.2, 0.22, 0.222, 0.222. കാണുമ്പോഴേ അറിയാം ഇവർ തമ്മിൽ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഇല്ല. നമുക്ക് പക്ഷെ അത് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, A2 minus A1 which is equal to 0.22 minus 0.2 എന്നാണ് കിട്ടുന്നത്. which means നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 0.02 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് A3 minus A2 which is equal to 0.222 minus 0.22. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് 0.002. Okay, next A4 minus A3 is equal to 0.2222 minus 0.222 which is equal to 0.0002. Okay, അപ്പോൾ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് A2 minus A1 not is equal to A3 minus A2 not is equal to A4 minus A3. So the given sequence of numbers is not in arithmetic progression, അല്ലെങ്കിൽ not an AP എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. So students, we are moving to the 7th question. 0 minus 4 minus 8 minus 12. കാണുമ്പോൾ തന്നെ അറിയാം ഈ 0യുടെ കൂടെ ഒരു -4 ആഡ് ചെയ്യുമ്പോഴാണ് -4 കിട്ടുന്നത്. -4ന്റെ -4 ആഡ് ചെയ്യുമ്പോഴാണ് -8 കിട്ടുന്നത്. -8ന്റെ കൂടെ -4 ആഡ് ചെയ്യുമ്പോഴാണ് -12 കിട്ടുന്നത്. സോ ദി ഗിവൻ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. പക്ഷേ നമ്മൾ അത് എങ്ങനെ എഴുതും? A2 minus A1 is equal to -4 minus 0 which is equal to -4. Okay, A3 minus A2 is equal to -8 minus -4 എന്ന് പറയുമ്പോഴത്തേക്കും +4 ആയിട്ട് മാറും, which is equal to -8 plus 4 is equal to -4. And A4 minus A3 which is equal to -12 minus of -8 which is equal to +8 which is equal to -4. So there is a common difference -4, and the given sequence of numbers are in arithmetic progression. So we have to write the next 3 terms, right? So -12, next to -16, -20, next -24 are the next 3 terms of the given sequence of numbers. Okay, next we are moving to the 8th question. -1/2, -1/2, -1/2 and -1/2. So അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? The common difference between the terms of the sequence is 0. ഓക്കെ, അപ്പോ 0 ആണെന്നുണ്ടെങ്കിൽ അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെയാണ്. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, കോൺസ്റ്റന്റ് AP എന്നവിടെ എടുത്ത് എഴുതുക. അതിനുശേഷം ബാക്കിയുള്ള 3 ടേംസ് എങ്ങനെ എഴുതാം? -1/2, -1/2 and -1/2 are the next 3 terms of the given constant arithmetic progression. Okay, next we are moving to the 9th question. 1, 3, 9, 27. അപ്പൊ കാണുമ്പോഴേ അറിയാം തന്നിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. കാരണം എന്താണ്? 1ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്. 3യുടെ കൂടെ 6 കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്. 9ന്റെ കൂടെ 18 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 27 കിട്ടുന്നത്. So there is no common difference between the terms of the given sequence. So we can say that the given sequence of numbers are not in arithmetic progression, not an AP. Okay, so students, we are moving to the 10th question. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കുക? A 2A 3A 4A. അപ്പോൾ കാണുമ്പോൾ അറിയാം എയുടെ കൂടെ ഒരു A കൂട്ടിയപ്പോഴാണ് 2A കിട്ടിയത്. 2യുടെ കൂടെ ഒരു A കൂട്ടിയപ്പോഴാണ് 3A. 3യുടെ കൂടെയും ഒരു A കൂട്ടിയപ്പോഴാണ് 4A കിട്ടിയത്. So there is a common difference existing between the successive terms of the given sequence of numbers. Okay, so this is an arithmetic progression. ഞാൻ അതുകൊണ്ട് ഇനി അത് എടുത്തെടുത്ത് എഴുതുന്നില്ല. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പൊ എനിക്ക് 3 ടേംസ് അടുത്ത് എഴുതണം. ആരൊക്കെയാണ്? 5A, 6A, 7A. ഓക്കെ, നെക്സ്റ്റ് ഇത് നോക്കുക. A സ്ക്വയർ A ക്യൂബ് A raised to 4. ഇത് കാണുമ്പോഴറിയാം ഇത് A എന്ന് പറയുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്താണ് പോയിരിക്കുന്നത്. ഓക്കെ, ആഡ് ചെയ്തല്ല. എയുടെ കൂടെ നമുക്ക് A സ്ക്വയറിൽ നിന്നും A കുറയ്ക്കാം, A ക്യൂബിൽ നിന്നും A സ്ക്വയർ കുറയ്ക്കുന്നതും അതേപോലെ A raised to 4ൽ നിന്നും A raised to 3 കുറയ്ക്കുന്നതും തമ്മിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് കോമൺ ഡിഫറൻസ് അല്ല വരുന്നത്. സോ നോട്ട് ആൻ AP. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. √2, √8, √18, √30. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തല്ല ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലാന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഈ പറ്റുന്നതിനൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ √2നെ എനിക്ക് √2 എന്ന് തന്നെ എഴുതാം. √18നെ എനിക്ക് 2√2 എന്ന് എഴുതാൻ പറ്റും. കാരണം 8 എന്ന് പറഞ്ഞാൽ 2 into 4 ആണ്. 4ന്റെ റൂട്ടായ 4 എന്ന് പറയുന്നത് 2ന്റെ റൂട്ടാണ്. അതിന് പുറത്ത് വരും. അപ്പോൾ നമുക്ക് 2√2 എന്ന് എഴുതാം. അതേപോലെ √18 എന്ന് പറഞ്ഞാൽ എനിക്ക് √9 into 2 എന്ന് എഴുതാൻ പറ്റും. സോ എനിക്ക് 3√2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് √32 എന്ന് പറഞ്ഞാൽ √16 × 2 എന്നാണ് അർത്ഥം. സോ എനിക്ക് അതിനെ 4√2 എന്ന് എഴുതാൻ കഴിയും. ദാറ്റ് മീൻസ് നിങ്ങൾ ഇവിടെ നോക്കുക, √2ന്റെ കൂടെ ഒരു റൂട്ടും കൂടെ കൂട്ടിയപ്പോഴാണ് 2√2 കിട്ടിയത്. 2√2ന്റെ കൂടെ ഒരു റൂട്ടും കൂടെ കൂട്ടിയപ്പോഴാണ് 3√2. 3√2ന്റെ കൂടെ ഒരു റൂട്ടും കൂടെ കൂട്ടിയപ്പോഴാണ് 4√2 കിട്ടിയത്. That means the given sequence of numbers are in arithmetic progression, right? So the next three terms are 5√2, 6√2 and 7√2. Okay. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യാം, 5 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്, 25. സോറി, 5 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ റൂട്ട് ആണ്, 25. അപ്പൊ 25 × 2 is equal to √50 എന്ന് എഴുതാം. പിന്നെ അതേപോലെ 36 × 2 എന്ന് പറഞ്ഞിട്ട് റൂട്ടിന്റെ അകത്താക്കി എഴുതാം. 14 × 2 എന്ന് പറഞ്ഞിട്ട് റൂട്ടിന്റെ അകത്താക്കി എഴുതാവുന്നതാണ്. ഓക്കെ. So students, let's move to the 13th question of our exercise. √3, √6, √9 and √12. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ അറിയാം ഇത് എന്തല്ല, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ √6 - √3 എന്ന് എടുക്കുകയാണ്. ഈ √6നെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് √2 × √3 - √3 എന്ന് എഴുതാൻ പറ്റും. √3 ഞാൻ കോമൺ എടുത്താൽ എനിക്ക് √3 × √2 - 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. നെക്സ്റ്റ് √9 - √6 എടുക്കുന്നു. √9നെ എനിക്ക് √9നെ എനിക്ക് 3 എന്ന് എടുക്കാൻ പറ്റും. മൈനസ് √6നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, √2 × √3 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ √3 × √3 എന്ന് എഴുതിയാൽ ഇതിൽ നിന്ന് ഞാൻ ഒരു √3 കോമൺ എടുത്താൽ എനിക്ക് √3 - √2 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ √3 × √2 - 1ഉം ഇവിടെ √3 × √3 - √2 ആണ് കിട്ടിയിരിക്കുന്നത്. So there is no common difference existing between the successive terms of the given sequence of numbers. So we can say that the given number is not an AP. Sorry, the given sequence of numbers is not an AP. Okay. Next, 1 square, 3 square, 5 square, 7 square. Check ചെയ്ത് നോക്കുക. 3 square എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 - 1 is equal to 8. 5 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. 25 - 9 is equal to 16. Okay. 7 എന്ന് പറഞ്ഞാൽ 7 ന്റെ സ്ക്വയർ 49 ആണ്. 49 - 25 is equal to 24. So there is no common difference existing between the successive terms of the given sequence of numbers. We can say that the given sequence of numbers are not in AP. Okay. Next we are moving to 1 square, 5 square, 7 square and 73. 5 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 25 - 1 is equal to 24. Next 7 ന്റെ സ്ക്വയർ 49. 49 - 5 ന്റെ സ്ക്വയർ 25 which is also 24. And next 73 - 7 ന്റെ സ്ക്വയർ 49 which is also is equal to 24. So there is a common difference D existing between the numbers. Okay, the terms of this sequence. So നമുക്ക് ഇതൊരു arithmetic progression ആണെന്ന് പറയാൻ കഴിയും. So the given sequence of numbers are in arithmetic progression. So we have to find the the next three terms. അപ്പോൾ 73 plus 24 എന്ന് പറയുമ്പോഴത്തേക്കും 97 ആണ് വരുന്നത്. And 97 plus 24 എന്ന് പറയുന്നത് 121. Okay, 121 plus 24 എന്ന് പറയുമ്പോഴത്തേക്കും 145. Okay. സോ ഇതോടുകൂടി നമ്മുടെ 5.1 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ പൂർത്തിയാവുകയാണ്.